നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ ചാപ്റ്റർ 2 ആണ്, ലേണിംഗ് ദ ഗെയിം. അപ്പോൾ ഇത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഓട്ടോബയോഗ്രഫി നടത്ത പാർട്ടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ പാഠം പറയുന്നത്. അപ്പോൾ ആദ്യം സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് നോക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ബോൺ on 24th April 1973 in Mumbai, Maharashtra. He is a former Indian cricketer and captain, widely regarded as one of the greatest cricketers of all time. He is the only player to have scored 100 international centuries, the first to score a double century in one-day internationals, and the only player to complete more than 30,000 runs in international cricket. He played 664 international cricket matches in total, scoring 34,357 runs. He received the Arjuna Award in 1994, Rajiv Gandhi Khel Ratna Award in 1997, the Padma Shri and the Padma Vibhushan Awards in 1999 and 2008 respectively. He was awarded the Bharat Ratna, India's highest civilian award, on 16 November 2013. In 2012, Tendulkar was nominated to the Rajya Sabha. He retired from cricket on 16 November 2013. Learning the game is an extract from his autobiography, Playing It My Way. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ 26 ഏപ്രിൽ 1973 ആണ് ജനിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്ററായിരുന്നു, ഒരു ഇന്ത്യൻ ക്രിക്കറ്ററും അതുപോലെ തന്നെ ക്യാപ്റ്റനും ആയിരുന്നു. എക്കാലത്തെ മികച്ച ക്രിക്കറ്ററായിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് റെക്കോർഡ്സ് സച്ചിൻ്റെ പേരിലുണ്ട്. അതായത് 100 സെഞ്ചുറി അടിക്കുന്ന ആദ്യത്തെ പ്ലെയർ, വൺ ഡേയിൽ ഡബിൾ സെഞ്ചുറി അടിക്കുന്ന ആദ്യത്തെ പ്ലെയർ, അതുപോലെ തന്നെ 30,000 റൺസിൽ കൂടുതൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നേടുന്ന ആദ്യത്തെ പ്ലെയർ. പിന്നെ അർജുന അവാർഡ് 1994 നേടിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 1997 നേടി. പത്മശ്രീയും പത്മവിഭൂഷണും 1999, 2008 നേടി. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതിയായ ഭാരത് രത്ന 2013 നേടി. 2012 അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. റിട്ടയർ ചെയ്യുന്നത്, അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് 16 നവംബർ 2013, അതായത് 2013 നവംബർ 16 തീയതിയാണ് അദ്ദേഹം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. ആ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന് ഭാരത് രത്ന കിട്ടുന്നത്. അപ്പം ഈ നമ്മൾ പഠിക്കാനുള്ള പാഠം ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്നത് സച്ചിൻ്റെ ആത്മകഥയായ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പാഠത്തിലോട്ട് പോകാം. From a very early age, I played tennis ball cricket with my colony friends. I loved watching cricket on television and in our games. I often tried to emulate the mannerism of my favorite players, Sunil Gavaskar and the West Indian legend Viv Richards. But it wasn't just the batsman that I studied. I also loved bowling. Throughout my career, I have actually bowled a lot in the nets. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സച്ചിൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റ്, അതായത് ഈ സ്ട്രീറ്റ് ക്രിക്കറ്റൊക്കെ കളിച്ചു തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് എപ്പോഴും ക്രിക്കറ്റ് കാണുന്നതും അതുപോലെ തന്നെ TV കാണുന്നതും അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്നത് കാണുന്നതും ഇഷ്ടമാണെന്നു. അതുമാത്രമല്ല, തൻ്റെ കളിയിൽ തൻ്റെ ഫേവറേറ്റ് പ്ലെയേഴ്സായ ഇന്ത്യൻ പ്ലെയർ സുനിൽ ഗവാസ്കറിൻ്റെയും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ വിവിയൻ റിച്ചാർഡ്സിൻ്റെയും ശൈലികൾ അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. സുനിൽ ഗവാസ്കറും വിവിയൻ റിച്ചാർഡ്സ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരുന്നു. അവരുടെ സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ബാറ്റിംഗ് മാത്രമല്ല, സച്ചിൻ്റെ ബോളിങ്ങും വളരെ ഇഷ്ടമായിരുന്നു. ഈ കരിയറിലുടനീളം നെറ്റ്സിൽ അദ്ദേഹം ഒരുപാട് ബോളുകൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. I was then studying in the New English School, Mumbai, but my brother Ajit knew that compared to other schools in Mumbai, Sharadasram Vidya Mandir, where Ramakant Achareka sir was a cricket coach, gave due importance to the game of cricket. He ran summer camps too. Ajit one day took me to the camp to get trained under sir. Anyone could come for a trial at the camp, but then it was up to sir to decide who to accept. I was 11-year-old child. Achareka sir, as I refer to him, started playing at the age of 11 in 1943, which is the age I was when I went to him for the first time. അപ്പം സച്ചിൻ ആദ്യം പഠിച്ചിരുന്നത് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ, മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു. പക്ഷേ സച്ചിൻ്റെ ചേട്ടനായ അജിത്തിന് അറിയാമായിരുന്നു എന്താ ക്രിക്കറ്റിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ശാരദാശ്രം വിദ്യാമന്ദിർ എന്ന് പറയുന്ന സ്കൂളാണ്. അവിടെയായിരുന്നു രമാകാന്ത് അച്ചരേഖ സാർ എന്ന് പറയുന്ന വലിയൊരു കോച്ച് ട്രെയിനിങ് കൊടുത്തിരുന്നു. അപ്പം അച്ചരേഖ സാർ എന്ത് ചെയ്യും, സമ്മർ ക്യാമ്പ്സ് നടത്തുമായിരുന്നു. അങ്ങനെ ഒരു ക്യാമ്പിലേക്ക് അജിത്ത് സച്ചിനെ കൊണ്ടുപോവുകയാണ്. അപ്പം സച്ചിൻ അന്ന് ക്യാമ്പിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് 11 വയസ്സാണ് പ്രായം. ആ 11 വയസ്സിൽ തന്നെയാണ് അച്ചരേക്കർ സാറും 1943 ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത്. I had never batted in the nets before and felt somewhat overwhelmed with so many people around. When I was asked to bat, I was not at all comfortable.
With Sir watching me closely, I failed to make an impact. Sir called Ajit aside and informed him that I was perhaps too young to make the camp and suggested that he should bring me back when I was little older. My induction into the Mumbai cricket circuit would have ended in failure, but for Ajit's instance, having seen me play in the colony, Ajit knew I was capable of performing far better than I had done in front of Achareka sir. He explained that I was nervous and asked her to give me one more opportunity. However, he suggested that while doing so, Sir should pretend to go away and then watch from a distance. Sir agreed. Before long, I was asked to bat again, and without Sir's trained eyes scrutinizing me, or so I thought, I felt more at ease and soon started to hit the ball well. This time, Sir agreed to let me join the camp. I was delighted, and I must say it was an opportunity that transformed my life. അപ്പോൾ അച്ഛരേക്ക സാറിൻ്റെ ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോയ സമയത്ത് സച്ചിൻ ഇതുവരെ നെറ്റിൽ കളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നെറ്റിൽ കളിക്കാൻ അച്ഛരേക്ക സാർ ആദ്യമായിട്ട് സച്ചിനെ ആവശ്യപ്പെടുന്നത്. അപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ സച്ചിൻ കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിക്കാൻ സച്ചിന് സാധിച്ചില്ല. അപ്പോൾ അച്ഛരേക്ക സാർ അജിത്തിനെ വിളിച്ച് പറയുന്നുണ്ട്, എന്താ ഇപ്പോൾ അവൻ തീരെ യങ്ങാണ്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അജിത്തിന് ഈ സച്ചിൻ എങ്ങനെ കളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അജരേഖ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കൊടുക്കണം. അതുമാത്രമല്ല, ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് സച്ചിൻ വളരെ നെർവസാണ്, അല്ലെങ്കിൽ വളരെ പേടിച്ചിരിക്കുന്നതുകൊണ്ട് അജരേഖ സാർ മാറി നിന്നുമാണ് അദ്ദേഹത്തെ നിരീക്ഷിക്കാനെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വളരെ താമസിയാതെ തന്നെ സച്ചിൻ അടുത്ത ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അജരേഖ സാർ കാണുന്നില്ല എന്നുള്ള ധൈര്യത്തിൽ സച്ചിൻ നന്നായി കളിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ സമയം എന്ത് സംഭവിച്ചു? സച്ചിൻ ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. ഇതാണ് സച്ചിൻ്റെ ലൈഫ് മാറ്റിയ ആ മൂമെൻറ്റ്, അല്ലെങ്കിൽ ഈ ഇൻസിഡൻ്റാണ് സച്ചിൻ്റെ ലൈഫ് മാറ്റി മറിച്ചത്. The camp involved a section every morning and evening at Shivaji Park. I would practice between 7:30 a.m. and 10:30 a.m. in the morning. Then I had come back in the afternoon and practice till late evening. The schedule was rigorous, and I thought I would be exhausted by the end of the day. Traveling to Shivaji Park took 40 minutes from my house in Bandra, and I had to catch an early morning bus to make it on time. For the first few days, Ajit accompanied me to get me used to the routine. During the bus journeys, he would talk to me about nuances of batting, and I always enjoyed these conversations a lot. In fact, the one thing that I have kept with me all my career is a note that Ajit gave me containing some thoughts about batting. It served as a very personal coaching manual. അപ്പോൾ ഈ ക്യാമ്പ് എന്ന് വെച്ചാൽ വളരെ റിഗ്രസ് ആണ്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. രാവിലെ 7:30 മുതൽ 10:30 വരെയും അതിനുശേഷം ഉച്ചയ്ക്ക് ആഫ്റ്റർനൂണിന് ശേഷം ലേറ്റ് ഈവനിങ്, അതായത് വൈകുന്നേരം വളരെ വൈകിയും ആണ് ഈ ക്യാമ്പ് തീരുക. അപ്പോൾ ഈ ബാന്ദ്രയിൽ നിന്ന് ശിവജി പാർക്കിലേക്ക് 40 മിനിറ്റ് എടുക്കും ബസ് യാത്ര. അപ്പോൾ സച്ചിൻ എന്ത് ചെയ്യും? രാവിലെ തന്നെ ബസ്സിൽ വരേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ ബസ്സിൽ വരേണ്ട അവസ്ഥയായി. അപ്പം കുറച്ച് ദിവസത്തേക്ക് അജിത്ത്, സച്ചിൻ്റെ ബ്രദറായ അജിത്ത് സച്ചിനെ അക്കമ്പനി ചെയ്യും. അതുമാത്രമല്ല, എന്ത് ചെയ്തു? അജിത്ത് കുറച്ച് നോട്ട്സ് എഴുതി കൊടുത്തു. ബാറ്റിംഗ് എന്ത് ചെയ്യണം, ബാറ്റിംഗ് എങ്ങനെ കളിക്കണമെന്നൊക്കെ നോട്ട്സ് എഴുതി കൊടുത്തു. ഈ കരിയറിലുടനീളം ഈ സച്ചിൻ്റെ പേഴ്സണൽ കോച്ചിങ് മാനുവൽ, അല്ലെങ്കിൽ സച്ചിൻ എല്ലാ കാലവും ഈ നോട്ട്സ് ആയിരുന്നു റെഫർ ചെയ്തിരുന്നത്, അജിത്ത് കൊടുത്ത നോട്ട്സ്. ആസ് എ ചൈൽഡ്, I had only one set of cricket clothes, and the routine was to wash them as soon as I had returned from the morning section. When I had my lunch, the clothes would dry out in the sun, and I would wear them again in the afternoon. The pattern was repeated in the evening so that I could use the same set of clothes the following morning. The system worked well apart from my pockets. There was never quite enough time for my pockets to dry out completely. And for the entire duration of the camp, I played with wet pockets. By the middle of the summer camp, Sir had started taking an active interest in my batting, and at the end of the 2 months, he informed Rajit that I had the potential to be a good cricketer if I practiced all year round. However, my school, the New English School in Bandra, did not have cricket facilities, and Sir was keen for me to change schools if I want to pursue cricket seriously. അപ്പോൾ ആ സമയത്ത് സച്ചിൻ്റെ എന്തുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ക്രിക്കറ്റ് ക്ലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഈ ക്ലോത്ത്സ് കഴുകിയിട്ട് വീണ്ടും ഉച്ചയ്ക്ക് ഇത് ഇട്ടുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ ഈ പോക്കറ്റ്സ് മാത്രം ഉണങ്ങില്ല. അപ്പോൾ ആ സമയത്ത് ഈ ക്യാമ്പ് നടക്കുന്ന സമയത്ത് അജിത്തിനെ വിളിച്ച് സാറ് പറഞ്ഞു, എന്ത്, സച്ചിന് നല്ലൊരു ക്രിക്കറ്റ് ഭാവിയുണ്ട്,
ക്രിക്കറ്റ് ഭാവിയുണ്ട്. അതിന് എന്ത് ചെയ്യണം, ക്രിക്കറ്റ് ത്രൂ ഔട്ട് ആ ഇയേഴ്സ് മുഴുവൻ, അല്ലാതെ ഈ സമ്മർ ക്യാമ്പിൽ 2 മാസം കളിക്കാതെ ഇയർ മൊത്തം കളിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതുമാത്രമല്ല പ്രശ്നം എന്താ, സച്ചിൻ്റെ സ്കൂളായ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ, ബാന്ദ്രയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് സാറ് പറഞ്ഞത് സ്കൂൾ മാറണം എന്ന് സാറ് സച്ചിനോട് ആവശ്യപ്പെട്ടു. One evening, sir called my father and put forward his suggestion. Ajit was in the room with my father at that time, and they both accepted that it was necessary if cricket was to be my priority. My father sat me down and explained that while he did not have many objections to my changing schools, I should do so only if I was really serious about playing cricket. I assured him I was, and so it was agreed that I should move to Sharadashram Vidyamandar, where Achareka Sir was the cricket coach. All my excess energy were getting channeled into cricket, which acted as a kind of safety valve. My father always said that all he wanted me to do was give it my best effort without worrying about the result. ഒരു ദിവസം വൈകുന്നേരം സച്ചിൻ്റെ ഫാദറിനെ അചരേഖ സാർ വിളിച്ചു. അജിത്തും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ആവശ്യപ്പെട്ടു, ക്രിക്കറ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ക്രിക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ സച്ചിൻ്റെ സ്കൂൾ മാറണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഈ കാര്യം ഫാദർ സച്ചിനെ വിളിച്ച് ചോദിച്ചു. സ്കൂൾ മാറുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്ത് ചെയ്യണം, നീ ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് കാര്യം ചോദിക്കുകയും ഉണ്ട് എന്ന മറുപടിയാണ് സച്ചിൻ കൊടുക്കുന്നത്. അങ്ങനെ സച്ചിൻ്റെ എല്ലാ എനർജിയും ക്രിക്കറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. In my first year at Sharadashram, I played 55 practice matches during the summer break of 60 days. My summer sections used to start at 7:30 am and end at 4:30 pm. My evening session would start at 5 pm after only a 30-minute break. After the break, sir would often give me some money to go and have a vada pav. ശാരദാശ്രമത്തിൻ്റെ ഫസ്റ്റ് ഇയറിൽ 60 ദിവസത്തെ സമ്മർ വെക്കേഷനിൽ 55 പ്രാക്ടീസ് മാച്ചസ് സച്ചിൻ കളിച്ചു. അതുമാത്രമല്ല, ആ സെക്ഷൻ എങ്ങനെയാണ് തുടങ്ങുന്നത്, രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെ, പിന്നീട് അരമണിക്കൂർ മാത്രം ബ്രേക്കിട്ട് അടുത്ത 5 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ തുടങ്ങിയാണ്. അപ്പോൾ ഈ ബ്രേക്ക് സമയത്ത് സച്ചിൻ അചരേക്കർ സാർ കുറച്ച് പൈസ കൊടുക്കും. എന്തിനാണ്, വടാപ്പാവ് കഴിക്കാൻ വേണ്ടി. അതായത് മുംബൈയിലെ ഒരു ഫാസ്റ്റ് ഫുഡാണ് വടാപ്പാവ്. ബിറ്റ്വീൻ 5 PM and 7 PM, I had 5 more net sessions. Towards the last 15 minutes, Sir would place a 1 rupee coin on the top of the stems, and if I managed to avoid getting out, the coin was mine. In this session, every bowler in the camp would come and bowl to me, with some 60 or 70 boys fielding. I meant I had to hit every ball along the ground to survey those intense 15 minutes. Winning the 1 rupee coin used to give me immense satisfaction and taught me how to concentrate even when physically drained. At the end of it all, Sir would tell me to run two full circuits of Shivaji Park with my pads and gloves on. That was the last part of my training, and I had been completely exhausted by the end of it. It was a routine I would repeat right through my summer holidays, and I helped me to build up physically and mental stamina. സെക്കൻഡ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സെക്ഷൻ തുടങ്ങുന്നത്, ഈവനിങ് സെഷൻ തുടങ്ങുന്നത് 5 PM മുതൽ 7 PM വരെയാണ്. അപ്പോൾ ആ സമയത്ത് 5 നെറ്റ് സെഷൻസ് കൂടെ സച്ചിന് കളിക്കാറുണ്ട്. അതുമാത്രമല്ല, അവസാനത്തെ 50 മിനിറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ സ്റ്റെമ്പിൻ്റെ മുകളിൽ അചരേക്കർ ഒരു കോയിൻ എടുത്ത് വയ്ക്കും. എന്നിട്ട് ഈ 15 മിനിറ്റ് എല്ലാ ബോളർമാരും സച്ചിനെതിരെ വന്ന് ബോൾ എറിയുകയും ഈ 60 മുതൽ 70 പേര് വരെ ഫീൽഡ് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് സച്ചിൻ ഔട്ടാവാതെ ആ 15 മിനിറ്റ് സർവൈവ് ചെയ്താൽ ആ കോയിൻ സച്ചിനുള്ളതാണ്. അങ്ങനെ ഈ കോയിൻ വിൻ ചെയ്യുന്നത് സച്ചിൻ ഒരു സാറ്റിസ്ഫാക്ഷൻ തുടങ്ങാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഈ കോയിൻ വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സച്ചിൻ്റെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും സ്ട്രെങ്ത് കൂട്ടുക ചെയ്തു. എന്നിട്ട് ലാസ്റ്റത്തെ ആ ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ആ ശിവജി പാർക്കിന് ചുറ്റും 2 റൗണ്ട് ഓടുക എന്നുള്ളതാണ്. പാഡ്സും അതുപോലെ തന്നെ ഗ്ലൗസും ഇട്ട് 2 റൗണ്ട് ആ ശിവജി പാർക്കിന് ചുറ്റും ഓടുക എന്നുള്ളതാണ് ലാസ്റ്റ് എക്സസൈസ് അല്ലെങ്കിൽ ലാസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ ഫുള്ളി എക്സ്പോസ്ഡ് ആവും, ഫുള്ളി ക്ഷീണിച്ചിരിക്കും. ഈ ഒരു റൊട്ടീൻ എന്ത് ചെയ്തു, ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഉള്ള സ്ട്രെങ്ത് സച്ചിന് കൊടുക്കാൻ തുടങ്ങി. ഒക്കേഷണലി മൈ ഫാദർ came to take me home, and I would always ask him to treat me with a special fruit cocktail at a juice center near the club. While the regular demand was little unreasonable, because at the time I did not realize that my parents also had to take care of the needs of my brothers and sister. My father would invariably end up giving me what I wanted just to see me happy. On other days, when I made my way home from Shivaji Park on my own, I had often fallen asleep on the bus. If I managed to sit down, anyone who has been
on a Mumbai bus at peak hours will know just how difficult it is to get a seat. On days when I wasn't so lucky, it was still a challenge just to stand with my kit bag, because the conductors would inevitably complain about me taking up the space of another passenger. I would be embracing because the conductors were often rude and would sometimes ask me to buy 2 tickets. I didn't have the money for a second ticket, and I had to learn to take these remarks in my stride. Dirty clothes often added to the embarrassment. With time, I evolved a way of wrapping the kit bag around me, just as the helmet and pads become a part of me while batting. So the kit bag became an extension of me on the bus. I had often taken the bus or train from Bandra to Churchgate, and it was all of great learning experience. അപ്പോൾ ഈ സച്ചിനെ ഒരു ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ അച്ഛനാണ് വരുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ ജ്യൂസ്, കോക്ടെയിൽ ജ്യൂസിന് വേണ്ടി സച്ചിൻ ആവശ്യപ്പെടുകയും എന്നും ആവശ്യപ്പെടുന്നതുകൊണ്ട് അതൊരു അൺറീസണബിൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറി എന്ന് സച്ചിൻ അന്ന് തിരിച്ചറിഞ്ഞില്ല. കാരണം സച്ചിൻ്റെ പാരൻസിനെ, ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും ടേക്ക് കെയർ ചെയ്യണമെന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ സച്ചിൻ അത് അൺറീസണബിൾ ആണെന്ന് അന്ന് മനസ്സിലാക്കില്ല. പക്ഷേ ഈ സച്ചിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി മാത്രം അച്ഛനത് മേടിച്ചു കൊടുക്കുമായിരുന്നു. ഈ അല്ലാത്ത ദിവസങ്ങൾ, അതായത് ബസ്സിൽ പോകുന്ന ദിവസങ്ങളിൽ, ശിവാജി പാർക്കിൽ നിന്ന് ബസ്സിൽ പോകുന്ന ദിവസങ്ങളിൽ, മുംബൈയിലെ തിരക്കേറിയ ബസ്സിൽ സീറ്റ് കിട്ടുന്ന സമയം, അതായത് എത്ര പാടാണെന്നറിയാം മുംബൈയിൽ പോലൊരു നഗരത്തിൽ സീറ്റ് കിട്ടാന്നുള്ളത്, ആ സീറ്റ് കിട്ടുന്ന ദിവസം സച്ചിൻ ഉറങ്ങും. അല്ലാത്ത ദിവസങ്ങളിൽ ഈ ബസ്സിൽ തന്നെ നിൽക്കും. അപ്പോൾ ഈ കിറ്റ് ബാഗ് കൊണ്ട് നിൽക്കുന്നതിൽ ബസ് കണ്ടക്ടേഴ്സിന് ഒരുപാട് അതൃപ്തിയുണ്ട്. സച്ചിന് വളരെ ഹാർഷായിട്ടാണ് അവർ പെരുമാറുന്നത്. എന്താ, ഒറ്റൊരു പാസഞ്ചറിനോട് സ്പേസ് ഈ കിറ്റ് ബാഗ് എടുക്കുന്നതുകൊണ്ട് വളരെ ഹാർഷായിട്ടാണ് പെരുമാറുന്നത്. പലപ്പോഴും 2 ടിക്കറ്റ് എടുക്കാൻ സച്ചിൻ്റെ അടുത്ത് ആവശ്യപ്പെടും. പക്ഷേ 2 ടിക്കറ്റിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം സഹിച്ചാണ് സച്ചിൻ ബസ്സിൽ പോകുന്നത്. ഇതിൻ്റെ കൂടെ ആ ഡേർട്ടി ക്ലോസ്, ഈ കളിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഡേർട്ടി ക്ലോസ് ഇവരുടെ ഈ വിഷമത്തിന് അല്ലെങ്കിൽ അവരുടെ ഈ പ്രതികരണത്തിന് കാരണമായി. അപ്പോൾ ഇതിന് ശേഷം ചർച്ച് ഗേറ്റിൽ നിന്ന് ബാന്ദ്രയിൽ നിന്ന് ചർച്ച് ഗേറ്റിലോട്ടുള്ള ദൂരം ഒന്നെങ്കിൽ ബസ്സിലല്ലെങ്കിൽ ട്രെയിനിലാണ് സച്ചിൻ പോവുക. ഇതെല്ലാം ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് സച്ചിന് പകർന്നു കൊടുത്തത്. ഈവൻ ദോ ഐ ലവ്ഡ് ക്രിക്കറ്റ്, there were still occasional days when playing with my friends at home was such fun that I conventionally forgot I was supposed to go on to the nets. If I didn't turn up, Achareka sir would jump on his scooter and come to find me. Sir would spot me in the meal and usually drag me out. I would come up with excuses, but he would have none of it. He would get me to the change and head off to Shivaji Park. അതായത് സച്ചിന് ക്രിക്കറ്റ് കളിക്കുന്ന വളരെ ഇഷ്ടമാണെങ്കിലും പക്ഷേ ചില ദിവസങ്ങൾ എന്ത് ചെയ്യും, സച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വീട്ടിൽ അവിടെ ഗെയിമുകൾ കളിക്കും. അപ്പോൾ ഈ സമയത്ത് സച്ചിൻ നെറ്റിൽ കളിക്കേണ്ടതാണെന്നുള്ള കാര്യം സച്ചിൻ മറന്നുപോകും. അങ്ങനെ ഈ സമയങ്ങളിൽ എന്ത് ചെയ്യും, അച്ചരേക്കർ സാറ് ഈ സച്ചിൻ ടേൺ അപ്പ് ചെയ്തില്ലെങ്കിൽ സച്ചിൻ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ സ്കൂട്ടറിൽ കയറി വീട്ടിൽ വന്ന് സച്ചിനെ എടുത്തുകൊണ്ട് പോകും. ഇത് അതായത് ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്ക്യൂസസ് അച്ചരേക്കർ സാറിന് ഒട്ടും ഇഷ്ടമല്ല. അതായത് ഈ ക്രിക്കറ്റ് കളിക്കേണ്ട സമയത്ത് ക്രിക്കറ്റ് കളിക്കണമെന്നാണ് സാർ ആവശ്യപ്പെടുന്നത്. On the drive, he would tell me, "Don't waste your time playing that inane games with these kids. Cricket is waiting for you at the nets. Practice hard and see what magic can transpire." തിരിച്ചുള്ള ആ റൈഡിൽ അല്ലെങ്കിൽ ആ ഡ്രൈവിൽ സച്ചിന് പറഞ്ഞു കൊടുക്കും, എന്ത് ചെയ്യും, ക്രിക്കറ്റ് ഈ ഇങ്ങനെയുള്ള സമയങ്ങൾ വേസ്റ്റ് ചെയ്യരുത്, എന്തായിട്ട് കുട്ടികളോടെ കളിച്ച് വേസ്റ്റ് ചെയ്യരുത്. ക്രിക്കറ്റ് നിനക്ക് വേണ്ടി നെറ്റ്സിൽ കാത്തിരിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്താൽ അല്ലെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ നിനക്ക് ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. At that time, I hated being dragged off. But as I look back, I feel sheepish about my actions and can only admire Sachin Achareka's far-sightedness. അപ്പം ആ സമയത്ത് എനിക്ക് അതായത് സച്ചിൻ വിളിച്ചുകൊണ്ട് പോകുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. കാരണം കുട്ടികളോട് കളിക്കുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കതിൽ കുറ്റബോധം തോന്നുന്നു. അതായത് അന്ന് ഇഷ്ടപ്പെടാത്തതിൽ എനിക്ക് കുറ്റബോധം തോന്നുന്നു. അതുമാത്രമല്ല, അച്ചരേക്ക സാറിൻ്റെ ഫാർ-സൈറ്റഡ് ദീർഘവീക്ഷണവും ഞാൻ അംഗീകരിക്കുന്നു. Sir also punished me on one occasion when trying to teach me a very important lesson. Once I bunked my daily evening practice to watch an inter-school cricket match, not anticipating that sir would be there. He was angry and he said it wasn't for me to come and watch other people play for it. If I practiced hard enough, one day people from across the world would come and watch me play. Had it not been for his sir, I would not be the cricketer I turned out to be. He was a strict disciplinarian and did everything he could for me. I owe myself to him. അപ്പോൾ സച്ചിൻ ചില സമയത്ത് അല്ലെങ്കിൽ ഒരു തവണ അച്ചരേക്ക സാറ് സച്ചിനെ പണിഷ് ചെയ്തിട്ടുണ്ട്.
അതെന്തിനാന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച്, അതായത് വളരെ ഇമ്പോർട്ടൻറ്റ് ലെസൺ പഠിക്കേണ്ട ഒരു ദിവസം ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് കാണാൻ സച്ചിൻ പോയി. ഈ സമയത്ത് അച്ചരക്ക സാർ അവിടെ ഉണ്ടാവുമെന്ന് സച്ചിൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ സമയം കണ്ടപ്പോൾ സാർ എന്തായത്, സച്ചിനെ സ്കോൾഡ് ചെയ്തു. അതായത് ബാക്കിയുള്ളവർ കളിക്കുന്നത് കാണാൻ നീയല്ല വരേണ്ടത്, ഒരു ദിവസം നീ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തു, നല്ല രീതിക്ക് പരിശീലിച്ചാൽ ലോകം മുഴുവൻ ഒത്തുകൂടും, എന്തിനും നീ കളിക്കുന്നത് കാണാൻ ലോകം മുഴുവൻ ഒത്തുകൂടും എന്ന് സാറ് സച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ സാറെന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിനേറിയനുമാണ്, അതായത് വളരെ ഡിസിപ്ലിൻ പുലർത്തുന്ന ഒരു ആളാണ്. അതുപോലെ തന്നെ സച്ചിൻ ആര് കോപ്പി ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സച്ചിൻ ആരോട് കടപ്പെട്ടിരിക്കുന്നു, സാറിനോട് കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സച്ചിൻ്റെ എല്ലാ കടപ്പാടും സാറിനോടാണ്.